ഹായ്, നിങ്ങൾ ദുരന്തര സിനിമ കണ്ടോ? അതിൽ രൺവീർ സിംഗ് ഒരു സ്പെഷ്യൽ ഇങ്കും പേപ്പർ യൂസ് ചെയ്യുന്നുണ്ട്. എന്തിനാ? ഇത്രയും ട്രെയിനിങ്ങും കിട്ടി, ഇത്ര ഇൻ്റലിജൻ്റ് ആയിട്ടുള്ള ആൾക്ക് ഒരു പെൻ ആൻഡ് പേപ്പറിൻ്റെ ആവശ്യം എന്താ? കാര്യങ്ങൾ ഓർത്തിരിക്കാൻ വേണ്ടിയാണ്. അല്ല, അവിടെയാണ് നമ്മുടെ ആ ഒരു പെൻ ആൻഡ് പേപ്പർ മെത്തേഡിൻ്റെ ഇമ്പോർട്ടൻസ് വരുന്നത്. ആക്ച്വലി നമ്മളെല്ലാം നമ്മുടെ തലയിൽ കൊണ്ടു നടക്കുമ്പോഴേക്കും നമുക്കിങ്ങനെ ഒരു ബ്രെയിൻ ഫോഗ് കണക്ക് ലൈക്ക് നമ്മളെ കൺഫ്യൂഷൻ ഉണ്ടാവും, ആൻസൈറ്റി ഉണ്ടാവും. പക്ഷെ അതെല്ലാം ഒന്ന് റൈറ്റ് ഡൗൺ ചെയ്യുമ്പോൾ നമ്മുടെ മൈൻഡ് ലൈറ്ററാകും, ബ്രെയിൻ ഫ്രീ ആവും. അതുപോലെ തന്നെ നമ്മൾ ടൈപ്പിങ്ങിനേക്കാളും നമ്മുടെ മെമ്മറി സ്ട്രെങ്തൻ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നതാണ് ഈ റൈറ്റിങ്. പിന്നെ നമ്മുടെ ഐഡിയാസ് കാര്യങ്ങളെല്ലാം ഒന്ന് ഫ്രീ ആയിട്ട് എഴുതുമ്പോഴേക്കും നമുക്ക് അതിലോട്ടൊരു ഡയറക്ഷനും ഫോക്കസ് എല്ലാം ക്ലിയർ ആയിട്ട് കിട്ടും. പിന്നെ നമ്മൾ ആ ഒരു കാര്യം എഴുതി ഒരു ചെക്ക് ലിസ്റ്റ് ഉണ്ടാക്കി അത് ടിക്ക് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ഫീലിംഗ് ഓഫ് അക്കംപ്ലിഷ്മെൻ്റ് ഉണ്ട്. ഇതൊന്നും നമുക്കൊരു ടൈപ്പിങ്ങിലോ അല്ലാതെ എല്ലാം മനസ്സിൽ കൊണ്ടുവരുന്നാലോ കിട്ടുന്നതല്ല. അപ്പോൾ ഇതുവരെ പെൻ ആൻഡ് പേപ്പർ എടുക്കാത്തവരാണെങ്കിൽ ഇപ്പം തന്നെ ഒരു പെന്നെടുക്കുക, പേപ്പർ എടുക്കുക, മനസ്സിലുള്ളതൊക്കെ എഴുതുക, മൈൻഡ് ക്ലിയർ ആക്കുക, അങ്ങ് സ്റ്റാർട്ട് ചെയ്യുക. അപ്പോൾ ഇനി സ്റ്റാർട്ട് ചെയ്യണമെന്നുള്ളവരാണെങ്കിൽ ജസ്റ്റ് സ്റ്റാർട്ട് എന്ന് കമൻറ്റ് ചെയ്താൽ നിങ്ങൾക്ക് അതിന് വേണ്ടിയുള്ള ഒരു ഗൈഡ് ലൈൻസ് ഞാൻ അയച്ചു തരുന്നതായിരിക്കും. അപ്പോൾ ഓക്കെ, ബൈ.